ഭയങ്കരധികം ഷോക്കിംഗ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ഞാൻ കാണാനിടയായിട്ടോ ഇന്നലെ. അതായത് മലപ്പുറം എൻ്റെ നാട്ടിൽ സംഭവിച്ച ഭയങ്കരധികം ഒരു ദയനീയമായിട്ടുള്ളൊരു ന്യൂസായിരുന്നു അത്. അതായത് ഒരു 14 വയസ്സുള്ളൊരു പെൺകുട്ടി, 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മരണം. അതുമാത്രമല്ല, ഇതൊരു മരണം സാധാരണ മരണമല്ല, കൊലപാതകമാണ്. ബലാത്സംഗം ചെയ്തിട്ട് കൊന്നു തന്നെ പറയാം. എന്താ, മലപ്പുറം കരുവാരക്കുണ്ട്, അതായത് മഞ്ചേരി ഭാഗത്താണ് ഈ കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. ഒരുപാട് അങ്ങോട്ട് പോകണ്ട, നമ്മളെ സ്വന്തം നാട്ടിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. അതായത് 14 വയസ്സ്, ഏകദേശം 8ലോ 9ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നത് കാമുകനാണ്. അതായത് 16 വയസ്സുള്ള കാമുകൻ വിളിച്ചു വരുത്തി അത് അവർ ഒന്നിച്ച് പോവുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒന്നിച്ച് പോയിട്ട് നടന്ന സംഭവമാണ്. പോയിട്ട് ഏതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പാളത്തിലൂടെ ഒക്കെ നടന്നു പോയി, കുറ്റിക്കാടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ഒരു കാടാണ്, ഈ കാട് പിടിച്ചൊരു ഏരിയയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ആരും അറിയാതെ. അതായത് ഒരു സമയത്ത്, ഒരു നിമിഷത്തിൽ 16 വയസ്സുകാരൻ്റെ മനസ്സിലൊരു ചെകുത്താൻ കയറി. ആരും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്ത്, മുന്നും പിന്നും നോക്കാതെ ആ പെൺകുട്ടിയെ പിടിച്ച് റേപ്പ് ചെയ്തു. അപ്പോൾ ഞാനിത് വീട്ടിൽ പറയുന്ന ആ പെൺകുട്ടി പറഞ്ഞതോടുകൂടി അവൻ എന്ത് ചെയ്തു, അവൻ്റെ ആ മനസ്സിലെ ദേഷ്യവും പകയും എല്ലാം കൂടി കൂടിയിട്ട് ആ പെൺകുട്ടിയെ കഴുത്ത് നെരിച്ച് കൊന്നിട്ട് അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ പോലീസിന് ഇതൊക്കെ വളരെ എളുപ്പമായിരുന്നു ഇത് കണ്ടുപിടിക്കാൻ. കാരണം പെൺകുട്ടി വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ചെക്കനെ അന്വേഷിച്ചപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. കാരണം സ്കൂളിൽ എല്ലാവർക്കും അറിയാം ഇവർ തമ്മിലുള്ള ഇഷ്ടമുള്ള കാര്യം. അത് പ്രണയത്തിലുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ തലമുറ പെൺകുട്ടികളായാലും ആൺകുട്ടികൾ, ഇപ്പോഴത്തെ എന്നല്ല, അതായത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലൊക്കെ പ്രണയബന്ധങ്ങളൊക്കെ ആരംഭിക്കും ചെറിയ കുട്ടികളെ. അപ്പം അത് സ്കൂൾ മൊത്തം ക്ലാസ് മൊത്തം അറിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവർ വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം പിന്നെ അവനെ പിടിച്ചപ്പോൾ അവൻ സത്യം എല്ലാം തുറന്നു പറഞ്ഞു, ഞാനാണ് കൊന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയത് ഇവരുടെ പാരൻസിൻ്റെ ഒരു അവസ്ഥയാണ്, ആ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മക്കളെ വളർത്തുന്നതാണ്. സ്കൂൾക്ക് പറഞ്ഞിരിക്കുന്നതിനാണ് പഠിച്ച് വലിയ ആളാകാൻ വേണ്ടിയിട്ട്. അവിടെ നടക്കുന്നത് എന്താണ്, പ്രേമം വേണ്ടെന്നല്ല. പക്ഷേ ഇപ്പോൾ വേണം, 9ാം ക്ലാസ്സിൽ നിന്നോ 10ാം ക്ലാസ്സിൽ നിന്നൊന്നും അല്ല വേണ്ടത്. എന്തായാലും നമ്മൾ ആണായാലും പെണ്ണായാലും ഉള്ളിലൊരു ഇഷ്ടവും ഒരു ക്രഷും ഇതൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലോട്ട് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് എപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പഠിത്തവും നമ്മുടെ ഒറ്റക്കാൽ നിൽക്കാനായിട്ട് നമ്മളൊരു സ്ഥിരമായിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിട്ട് മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ആണായാലും പെണ്ണായാലും ഈ പ്രായത്തിൽ 14-16 വയസ്സൊന്നും അതിനുള്ളൊരു ടൈം അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ആലോചിച്ചത് അവരുടെ പാരൻസിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ 2 മക്കളുടെയും, ഈ മരിച്ച പെൺകുട്ടിയുടേതാണെങ്കിലും ഈ കൊന്ന ഈ പയ്യൻ്റേതാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു 16 വയസ്സുകാരൻ ഒരു ജുവനൈലാണ്. അപ്പോൾ ജുവനൈലായ പയ്യന് ശിക്ഷ എന്തായാലും ഉണ്ടാവും. അതായത് ഒരു ലൈഫ് പോയി തന്നെ പറയാം അല്ലേ, നല്ലൊരു ജീവിതം പോയി കിട്ടി. അവൻ്റെ ജീവിതം ജയിലിലാണ് ഇനി കുറച്ച് കാലം. വധശിക്ഷ കിട്ടുമെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ജുവനൈലായതുകൊണ്ട് എന്തായാലും അത്രയൊന്നും കാണില്ല. എന്തായാലും ഒരു ലൈഫ് പോയല്ലോ അല്ലേ. കൊലപാതകി എന്ന പേര് ടൈറ്റിൽ കിട്ടി, അതായത് അവൻ്റെ ടൈറ്റിൽ കിട്ടി. അതാണ് ഞാൻ ആലോചിച്ചു നോക്കുകയായിരുന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതം പോയൊരു പോക്കേ. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, വിവാഹം കഴിക്കേണ്ട സമയമാകുമ്പോൾ വീട്ടുകാർ വിവാഹം നടത്തി തരും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ സമയം എത്തുമ്പോൾ ഒരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുക. അല്ലാതെ ഈ സ്കൂൾ പഠിക്കുന്ന 14-13 വയസ്സിലൊന്നും പ്രണയത്തിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും തലയിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോഴത്തെ മക്കളോടാണ് പറയണത്. ഈ നമ്മുടെ ഒരു കാലഘട്ടത്ത് 90s കിഡ്സിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, 80s കിഡ്സ് 90s കിഡ്സ്. അന്ന് നമ്മൾ പ്രണയിക്കും, പക്ഷേ പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ വേണ്ട. അത്ര ഈ പറഞ്ഞ പോലെ കുറ്റിക്കാട്ടിലും മറ്റേ പറമ്പിലും മറ്റോടത്തും മറിച്ചിടത്തും പോയിട്ടൊന്നും ഇമാതിരി റേപ്പും മറ്റും മറിച്ചതൊന്നും ചെയ്യൂല. നമ്മളെ പ്രണയം ഒരു പേപ്പർ കടലാസിൽ ഒതുക്കിയിട്ടോ ചോക്ലേറ്റിൽ ഒതുക്കിയിട്ടോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. എൻ്റെതൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ നമുക്ക് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിൽ കയറിയിട്ടുള്ള ദുഷ്ടചിന്തകൾ തന്നെ പറയാം. അതിൽ കഞ്ചാവിന് റോളുണ്ട്, ഈ MDMA പോലെ സംഭവത്തിന് റോളുണ്ട്.
കള്ളിന് സിഗരറ്റിന് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവത്തിനും റൂളുണ്ട് കേട്ടോ. അത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡ്രഗ്സ് സംഭവത്തിനും റൂളുണ്ട്. അത് മനസ്സിൻ്റെ അകത്ത് ചെകുത്താൻ കയറിയിട്ട് മനസ്സ് നശിച്ച ഒരു സമൂഹമാണ് ഈ എന്താ പറയുക 2K കിഡ്സിൻ്റെ സത്യം പറഞ്ഞാൽ. അപ്പം ഇവരെ മനസ്സിൽ എന്താ പോലും എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഒരു കൂസലുമില്ല, കൊല്ലാനും വെട്ടാനും കുത്താനും ഉള്ള ഒരു ഇതുള്ള ഒരു മക്കളാട്ടോ ഇപ്പോഴത്തെ മക്കളെ. അതിപ്പോൾ ഈ ഇതുകൊണ്ട് മാത്രമല്ല, നമ്മൾ പണ്ട് ഒരുപാട് വീഡിയോസും കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിൾസാണ്. പേടിയില്ല, ആരെയും പേടിയില്ല. എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്താണ് ഇങ്ങനെ കുട്ടികൾ ചിന്തിക്കുന്നുള്ളത്. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നല്ല ഒരു പാരൻറ്റിങ് കിട്ടാത്തത് കൊണ്ടും സ്കൂളുകളിലുള്ള ഒരു കൗൺസിലിങ്ങും അവയർനെസ്സും കിട്ടാത്തത് കൊണ്ടൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ സ്കൂളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളൊരു കാര്യം പറയാലോ, പാസ്സാക്കി വിടുകയുള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോകണത് അവിടെ ഒരു നല്ലൊരു ഒരു അടിക്കേണ്ടടുത്ത് അടിക്കില്ല. ചൂരലിൻ്റെ ആവശ്യമുള്ളടത്ത് ചൂരൽ തന്നെ ഉപയോഗിക്കണം. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് വടി എന്ന സാധനം ഉണ്ടായിരുന്നു. ഈ വടി എനിക്ക് പേടിയായിരുന്നു. ഇപ്പോൾ വടി ഉണ്ടോ? ആ വടി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയാണ്. ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ. അന്ന് ഹോംവർക്ക് ചെയ്യാൻ ഞാൻ അടിക്കും, പുറത്ത് വരെ നിർത്തും, ക്ലാസ്സിൻ്റെ പുറത്ത് വരെ. നല്ല രീതിയിൽ നമുക്കൊരു ഷെയ്മിങ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ പുറത്തുള്ള പരിപാടി ഉണ്ടോ? ഇല്ല. അടിക്കുമോ? ഇല്ല. അങ്ങനെയാണ് കുട്ടികളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കുട്ടികൾ നശിച്ചു പോയി തന്നെ പറയും. അടിക്കേണ്ടടുത്ത് അടിച്ച് തന്നെ മക്കളെ വളർത്തണം. ഓക്കെ. അപ്പോൾ ആ കാലഘട്ടം, നമ്മുടെ ഒരു കാലഘട്ടം 90s കിഡ്സും 2K കിഡ്സും ഒരുപാട് അന്തരവുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിലുള്ള ദുഷ്ടചിന്തകൾ, ആരെയും പേടിയില്ല, ആരെയും ഭയമില്ല, എന്തും ചെയ്യാം, എന്തും കാട്ടാം, ആരെയും കൊല്ലാം, എന്ത് പിടിച്ച് പറിക്കാം, എന്ത് ഉപയോഗിക്കാം എന്നുള്ള ആ മനസ്സിൻ്റെ ഇത് ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയമില്ലാത്തത് കൊണ്ടാണ്. മാതാപിതാക്കളെ ഭയമില്ല, ടീച്ചേഴ്സിന് ഭയമില്ല, അടി കിട്ടൂല, ചീത്ത കേൾക്കില്ല, പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. മാറ്റങ്ങളാണ്. അപ്പം ഇതിനൊരു മാറ്റം ഇനിയെങ്കിലും ഉണ്ടെങ്കിലാണ് ഇനിയുള്ള കുട്ടികൾക്ക് ഒരു ബോധം വരുള്ളൂ. അല്ലെങ്കിൽ ഇതും അതിൻ്റെ അപ്പുറവും നമ്മൾ കാണേണ്ടിയും കേൾക്കേണ്ടി വരും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയേ, ഭയങ്കര പേടിയാണ് ഈ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കൾ വളർന്നു വരുമ്പോൾ ഇവർ സ്കൂൾക്ക് പറഞ്ഞേക്കുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ, എന്താ പറയുക, ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ. അപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു അത്. ആ കുട്ടിയുടെ വീട്ടുകാരെ അവസ്ഥ ആലോചിക്കും. ഞാൻ ആ മരിച്ച ആൾക്കാരും മരിച്ചു, പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോൾ ആ കുട്ടികളുടെ വീട്ടുകാരുടെ അവസ്ഥയാണ് ആലോചിച്ചത്. എന്താ അല്ലേ? ഞാൻ ആ പെൺകുട്ടിയെ ഇതിൽ കുറ്റം പറയും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആൺകുട്ടി ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുമ്പോൾ, അതും നിങ്ങളുടെ പ്രായം നിങ്ങൾ നോക്കണം. 14 വയസ്സ്, ആ പയ്യൻ്റെ പ്രായം എന്താണ് അതും നോക്കണം. ഒരു അന്യനായിട്ടുള്ളൊരു ആൺകുട്ടി, നമുക്കിപ്പോൾ എത്ര പരിചയമുള്ള ഒരാളാണെങ്കിലും ഒറ്റയ്ക്ക് ഇതേപോലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോകാൻ പാടില്ല. അത് തെറ്റാന്നല്ല, ഇനിയിപ്പോൾ തെറ്റാണ് മതം കാര്യങ്ങൾ പറയില്ല, പക്ഷെ അത് പോവരുത്. സേഫ്റ്റി, നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. പ്രണയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ആ സ്കൂൾ കോമ്പൗണ്ടുകളിൽ മാത്രം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കത്തോ ചോക്ലേറ്റോ ഫോൺ വിളി അത് മാത്രം മതി. അല്ലാതെ അവനെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ചെറിഞ്ഞ് പോവുകയല്ല വേണ്ടത്. പല അപകടങ്ങളും അതിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. പ്രായം കൂടെ നോക്കണം. ഈ വീഡിയോ കാണുന്ന ചെറിയ കുട്ടികളോടായി പറയണം, 9ലും 10ലൊക്കെ പഠിക്കണം. എനിക്ക് എന്തായാലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഈ മക്കളോടാണ് എസ്പെഷ്യലി പറയുള്ളത്. നിങ്ങൾ ആര് വിളിച്ചാലും കാമുകനാവട്ടെ, ഇനി ഫ്രണ്ട്സ് ആവട്ടെ, ചെറുപ്പക്കാർ, അങ്ങോട്ട് വാ അവിടെ പോകുന്ന പോവരുത്. ഒരു ഗ്യാങ് ആയി അല്ലാതെ നിങ്ങൾ പോവരുത്. നിങ്ങൾക്കിവിടെ 2-3 പേരെങ്കിലും വേണം, 2 പേരെങ്കിലും മിനിമം വേണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ പോയാൽ ഇതുപോലത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ പ്രണയത്തിലായാലും ശരി, ഇനി പ്രണയമല്ല ഫ്രണ്ട്ഷിപ്പാണെങ്കിലും ശരി. ഞാൻ ആ കുട്ടിയുടെ ഒരു ഇത് ചിന്തിച്ച് നോക്കുകയായിരുന്നു. എന്താ അല്ലേ, ഇപ്പം നമ്മൾ സൂക്ഷിക്കുക എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. മക്കൾ സൂക്ഷിക്കുക. പാരൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ മക്കൾക്ക് നല്ലൊരു പാരൻറ്റിങ് കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചെറുപ്പം മുതലേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഷോർട്ടായിട്ട് വീഡിയോ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതുപോലത്തെ വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം.